ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഫുഡ് സീൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് റെസിപ്പിയുമായിട്ടാണ്. കുരുമുളക് വറുത്തരച്ച നാടൻ പുഴമീൻ കറി. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് 3 വലിയ പുഴമീനാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് ആദ്യം മാറിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വിനാഗിരി, ഉപ്പ് ഇവ ചേർത്ത് ഒരു മിനിമം അരമണിക്കൂറെങ്കിലും നന്നായിട്ട് മീൻ കഷ്ണങ്ങളിൽ തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുരുമുളക് 2 ടേബിൾ സ്പൂൺ, ജീരകം 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, തേങ്ങ 1 കപ്പ്, സവാള 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, വെളിച്ചെണ്ണ 6 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ കറി റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് തേങ്ങയും മറ്റ് മസാലകളും നന്നായി വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങ ഇതിലേക്കിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ജീരകം ഇവ ചേർത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി വറുത്തെടുക്കുക. ഇതിൻ്റെ ചൂട് മാറിയ ശേഷം മിക്സറിൽ നന്നായി അരച്ചെടുക്കണം. അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു മൺചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ 4 പച്ചമുളക്, കറിവേപ്പില, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടി ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തേങ്ങയും മസാലകളും എല്ലാം ചേർത്ത് വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി മിക്സ് ചെയ്യുക. ഇതിനൊപ്പം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ അളവിൽ 2 കപ്പ് വെള്ളവും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കറി ഒന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ഇട്ടാൽ മതി. കാരണം പുഴമീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ട് കറിയിൽ കിടന്ന് അധിക സമയം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. തിളച്ച് വന്നതിന് ശേഷം മീൻ കഷ്ണങ്ങൾ നമുക്ക് അതിലേക്കിടാം. കഷ്ണങ്ങളെല്ലാം കറിയിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറിയും അതുപോലെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് സവാളയും കറിവേപ്പിലയും ഒന്ന് എണ്ണയിൽ വറുത്തിടണം. അതിനുവേണ്ടി ഒരു ചെറിയ പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായി മുറിച്ചത് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതും വഴറ്റിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയില്ലേ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് വറുത്തരച്ച നാടൻ പുഴമീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. റെസിപ്പി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക്